അല്ല സാർ ഇതെന്താ സംഭവം എന്താ ഇത് ഇതിനകത്തത് എന്തുവാ ഇത് കറയൊന്നും അല്ല കേട്ടോ. ഇത് മനപ്പൂർവ്വം ചെയ്തോണ്ടല്ലോ. താറ് കണ്ടില്ലായിരുന്നല്ലോ, ശ്രദ്ധിച്ചില്ല കേട്ടോ. ഇത് കറയൊന്നുമല്ല. ഇല്ല, മരമൊന്നുമില്ലല്ലോ ഇവിടെ, കറയൊന്നുമില്ല. അതിന് നിന്റെ ആ കൊളങ്ങിയുടെ അവിടെ മാത്രമേ വണ്ടി ഒതുക്കിയിട്ടുള്ളൂ. വേറെ വണ്ടി ഇവിടെ നിർത്തിയാക്കണം. അല്ലെങ്കിലും പറഞ്ഞു കാണോ. ഇല്ല, അങ്ങനെ വരാൻ വഴിയില്ല. നമ്മൾ വേറെ കൊണ്ട് നിർത്തിയില്ല. ഇത് നമുക്കൊന്ന് അതുവരെ പോട്ടെ. അതിന് സംഭവിച്ചെന്ന് അറിയണമല്ലോ. എടാ, ഇനി ഞങ്ങൾ വന്നിട്ട് നിന്റെ കോളനിയുടെ അവിടെ അല്ലേ വണ്ടി നിർത്തിയിട്ടുള്ളൂ, വേറെ വണ്ടി നിർത്തിയിട്ടില്ലല്ലോ. ഇത് ആരും ഇങ്ങനെ ചെയ്തേക്കുന്നു? ഇത് മനപ്പൂർവ്വം ആരാണ്ട് ചെയ്തവരുണ്ടല്ലോ. അതുകൊണ്ട് മനസ്സിൽ സ്ക്രാച്ചും കാണുന്നുണ്ട് സാറേ. മനസ്സിൽ ചെറിയ സ്ക്രാച്ചും കാണുന്നുണ്ടല്ലോ. സ്ക്രാച്ചും ഉണ്ട്. മനപ്പൂർവ്വം മനസ്സിൽ പിടിക്കാതെ ചെയ്തവരുണ്ടല്ലോ. ഇത് ഇവിടെയുണ്ട് സാറേ, ഇത് ഇവിടെയുണ്ട്. ആ സ്ക്രാച്ച് കല്ല് വെച്ച് ഉരച്ച പോലെ. സാറേ ഇത് വരച്ചിട്ടുണ്ട് സാറേ. ഇതുണ്ടോ? എന്തൊരു നാറിയാന്നാലും ഇവിടെ കല്ലുകൊണ്ട് വരച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊണ്ടുപോയി. എന്ത് വൃത്തിയിട്ട് പണിയായി. അല്ല ഇത് അവിടെ നിന്ന് വരാൻ കാണിച്ചില്ല. CC ക്യാമറ ഒന്നുമില്ല അവിടെ. ചെയ്തില്ലേ? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇത് കണ്ടുപിടിക്കണ്ടേ പിന്നെ? സാറേ, ഈ വരച്ച് വെച്ചിരിക്കുന്ന സാധനമായിട്ട് വീട്ടിൽ ചെല്ലാൻ പറ്റത്തൊന്നുമില്ല. വീണ്ടുമ്പോൾ വൻ സീനാകും. പിന്നെ ആറ്റുനോറ്റ് കൊണ്ട് നടക്കുന്ന സാധനം ഇത്രയും വൃത്തിയായിട്ട് കാണിച്ചു വെച്ചാൽ പിന്നെ ആർക്കാ സങ്കടം വരാതിരിക്കും? പിന്നെ പണി കാണിച്ചു വെച്ചിരിക്കും. എന്നാണല്ലോ റീപെയിന്റ് ചെയ്യണം. അതൊക്കെ ഇനി ഈ ബോണറ്റ് ഇപ്പോൾ കുറച്ച് പൊള്ളി ഇളവായിരിക്കും ചിലപ്പോൾ. അത് കണ്ടിട്ട് അതുപോലെ തോന്നുന്നുണ്ട്. കാരണം റീപെയിന്റ് ചെയ്യേണ്ടി കണ്ടുപിടിക്കാൻ പറ്റുമോ സാറേ? ഇവന്റെ വീടിന്റെ അവിടെ ഞങ്ങളെ കൊണ്ടുപോയി വണ്ടി ഒതുക്കുമ്പോഴത്തേക്കിനെ ഒരു തന്നെ അവിടെ വന്നായിരുന്നു ചെറിയൊരു. നമ്മൾ ആ വണ്ടി കൊണ്ടുപോയപ്പോൾ ഒരു ബൈക്കുകാരനെതിരെ വന്നില്ല. സൈഡില്ലാത്ത രീതിയിൽ അവൻ ഇച്ചിരി ചൊറ കാണിച്ചിട്ടാണ് പോയത്. ഇനി അവൻ വല്ലോ ആണോടെ? എനിക്ക് മനസ്സിലായില്ല സാർ, ആളെ എനിക്ക് മനസ്സിലായില്ല. പക്ഷെ നമ്മളെ ഏരിയയിലെ പിള്ളേർ അങ്ങനെ ചെയ്യത്തില്ല. പക്ഷെ ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഉറപ്പാ. അല്ല, വേറെ കാര്യമുണ്ട്. നമുക്ക് അവിടെ വന്നാല് അവനെ കണ്ടാ അറിയാം. അതെ. അവർ ഈ മൊത്തത്തിലുണ്ട് സാറേ. അവർ ഈ മൊത്തത്തിൽ ഏന പിടിക്കുന്ന സംഭവമാണ്. അതായത് ആള് മോശമൊന്നുമല്ല കേട്ടോ. ആള് സംഭവം അത്യാവശ്യം കഞ്ചാവുമാണ്. കഞ്ചാവ് അടിച്ച് പിള്ളേരോടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി പിടി, പിന്നെ എറിയ പിടിച്ച് പറിയൊക്കെ ഉണ്ട്. കോളനിയാണ്, മൊത്തം കോളനിയാണ്. അലമ്പാണ് മൊത്തത്തിൽ. പിന്നെ ആ കോളനി തന്നെയാണ് ഞാനും. എങ്ങനെയാണ് കൾച്ചർ? കൾച്ചർ പൈസ കിട്ടിയാൽ എന്തും ചെയ്യും. ആ മൂടാണ്. പോലീസുകാർക്കൊന്നും എത്രയെന്ന് പറഞ്ഞാൽ പോലീസുകാരെ പിടിച്ചോണ്ട് പോകുന്നത്. രണ്ടെണ്ണം പൊട്ടിച്ച് കഴിഞ്ഞാൽ വിഷയമാവെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ പറയുക, അതൊരു വേറൊരു ലോകമാണ് അവരെ. ഇതിൻ്റെ പുറകെ കുറേ പേര് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ഫാമിലിയൊക്കെ കണക്കാണ്. ആ വാ പിടിച്ച പെമ്പത്തിനെയൊക്കെ എടുത്തിട്ട് എപ്പോഴും അടി, കല്ലുകൂടി, ചെല്ലുക. സ്കോപ്പുണ്ടോ കൊടുക്കാനുള്ള വകുപ്പുണ്ട്. ഏതാ മഞ്ഞ വേറെ അടുത്തൊന്നും ആളുണ്ട്, പുള്ളിക്കാരുണ്ടോ? ഉണ്ട്. വൈഫൊക്കെ ഉണ്ട്. ലൈഫൊക്കെ ഉണ്ട്. ഇങ്ങനെയാവോ? ഇല്ലില്ല. പതിയാകൊണ്ടോ?